അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ ഇന്നലെ സാറ്റർഡേ വൈകുന്നേരമാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ പുതിയ വീടൊക്കെ മടുത്തപ്പോൾ ഇങ്ങോട്ടേക്ക് നിൽക്കാൻ വരലൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന് ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ പോവും. അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ കിച്ചൂട്ടിന് ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഇപ്പോൾ സമയം 7:30 ഞാനിപ്പോൾ കിടക്കയിൽ നിന്ന് എണീറ്റ് ഇരുന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ അച്ഛൻ രാവിലെ തന്നെ റേഡിയോയൊക്കെ വെച്ചു. അപ്പോൾ പിന്നെ എൻ്റെ ഉറക്കം പോയി. ഇല്ലെങ്കിൽ ഞാൻ ഒരു 8 മണിയൊക്കെ വരെ കിടന്ന് ഉറങ്ങണതാണ്. പിന്നെ കിച്ചൂട്ടൻ ഇല്ലാത്തതുകൊണ്ട് കിച്ചൂട്ടൻ ഇന്നലെ അമ്മാവൻ്റെ ഒപ്പം കിടന്നുറങ്ങിയ മുകളിൽ. അപ്പോൾ അതുകൊണ്ട് കിച്ചൂട്ടനും ഇല്ല, സുഖമായിട്ട് എനിക്ക് കിടക്കാമെന്ന്. ചേട്ടൻ ഇന്നലെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് വീട്ടിലോട്ട് പോയി. ഇപ്പോൾ ഇന്ന് വിളിക്കാൻ വരും. അപ്പോൾ ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല, എണീറ്റ് ഇരുന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അതേ അവിടെ കുക്കറിൻ്റെ വിസിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ പോയി നോക്കട്ടെ. അവിടെ അച്ഛനും അമ്മയൊക്കെ വർത്താനം പറയുന്നുണ്ട്. അമ്മ രാവിലെ വന്ന് അമ്മയ്ക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കി കൊടുക്ക്, മോൾക്ക് നല്ല കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ടിട്ട് പോയിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. അപ്പോൾ പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷായി നമുക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കിച്ചൂടൻ രാവിലെ എനിക്ക് മുത്തച്ഛൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാണെങ്കിൽ അവൻ രാവിലെ ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് എണീക്കും. മുത്തച്ഛൻ്റെ സൗണ്ട് കേട്ടാൻ അപ്പം എണീക്കും. മുത്തച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അവന്. അവൻ്റെ താളത്തിനത് തുള്ളിക്കൊള്ളുമല്ലോ. അവനെ കൊണ്ടു നടക്കും, അവനെ പറയുന്നതൊക്കെ സഹായിച്ചു കൊടുക്കും. അതുകൊണ്ട് അവന് മുത്തച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെയാണെങ്കിൽ അവൻ എത്ര വിളിച്ചാലും എണീക്കില്ല. അപ്പോൾ മുത്തച്ഛൻ ചെരുപ്പൊക്കെ എടുത്തു കൊടുത്തിട്ട് ആൾ സൈക്കിൾ ഓടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മുറ്റത്ത് ടൈലൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അവന് ഇഷ്ടം പോലെ കളിക്കാമല്ലോ. സൈക്കിൾ ഓടിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഓടാം. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെയാണെങ്കിൽ മുറ്റത്ത് ടൈലൊന്നും ഇട്ടില്ല, ചെളി ഇതൊക്കെ ആയതുകൊണ്ട് അവൻ അങ്ങനെ പുറത്തോട്ട് ഇറക്കാറില്ല. പിന്നെ റോഡ് സൈഡുമാണ്. ഇവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മണ്ണ് വാരി കളിച്ച് മൊത്തം അലമ്പാക്കും. കൈ കഴുകാതെ കാല് കഴുകാതെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരും. അതുകൊണ്ട് അവൻ അങ്ങനെ ഇറക്കാറില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. എൻ്റെ വീടൊരു ഏറ്റവും താഴെയാണ് കേട്ടോ ഇരിക്കുന്നത്. റോഡ് ഇറങ്ങി വന്ന ഏറ്റവും അവസാനത്തെ വീടാണ് എൻ്റെ വീട്. താഴെ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണ അവിടെ ഭയങ്കര സ്ലോപ്പാണ്. ഇതാണ് അപ്പം കൊച്ചച്ഛൻ്റെ വീട്, അച്ഛൻ്റെ അനിയൻ്റെ വീട്, ഞങ്ങളുടെ തറവാടാണ് കേട്ടോ അത്. പണ്ട് ഇതുപോലെ ഒന്നും അല്ലാട്ടോ ഇരുന്നത്. പിന്നെ പയ്യെ മുകളിലോട്ടൊക്കെ കൂട്ടിയെടുത്തു. ഇവിടെയൊക്കെ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇവിടെ ചുറ്റും പോകുമ്പോൾ ഞങ്ങളുടെ ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. അച്ചാമ്മയൊക്കെ 7 മക്കളായതുകൊണ്ട് എല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെയാണ് വീട് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ. അവിടെ പണി നടക്കണോണ്ട്, ഇൻറ്റീരിയറിൻ്റെ പണി നടക്കണോണ്ടാണ് അവിടെ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ചെടിയും പൂക്കളൊക്കെ ഉണ്ട്. ഇതിൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. കുറേ ഹാങ്ങിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ നമ്മൾ കാര്യമായിട്ട് ചെടിയിലോട്ടൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറേയൊക്കെ പോയി കേട്ടോ. അപ്പോൾ കിച്ചൂട്ടനെ ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. അവൻ കണ്ണ് തെറ്റിയാൽ കൊച്ചച്ഛൻ്റെ വീട്ടിലോട്ട് ഓടും. ഇവിടെ പട്ടികളും അതും ഇതൊക്കെ ഓടി നടക്കണം ആ റോട്ടിൽ കൂടെ. അപ്പോൾ അവനങ്ങനെ വിടാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഗേറ്റ് അടച്ചിട്ടേക്കുക. അപ്പോൾ ഞാൻ കോളിഫ്ലവർ കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. ഞാൻ വന്നപ്പോഴത്തേക്കും കോളിഫ്ലവർ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് കോൺഫ്ലവറും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് തിരുമ്മിയിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ സൂചിപ്പിച്ചിട്ട് പോയേക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കണ്ടു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ആ കോളിഫ്ലവർ വറുത്ത എണ്ണ ഒഴിക്കാം. ഇത്ര എണ്ണ ഒഴിക്കണ്ട, ഞാൻ കുറച്ച് കൂടിപ്പോയി. ഇനി അത് ബാക്കി വെച്ചേക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിച്ചതാണ്. ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് കൂടിപ്പോയിന്ന്. അപ്പോൾ ഞാൻ പിന്നെ മാറ്റാൻ നിന്നില്ല. പിന്നെ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്ര ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ചിക്കൻ മസാല ഇട്ടാൽ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അതിനകത്തോട്ട് സവാള അരിഞ്ഞതിട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടത്. പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ക്യാപ്സിക്കം ഇട്ടു. പിന്നെ 2 പച്ചമുളക് കീറിയിട്ടു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ആവി കയറ്റാൻ വയ്ക്കാം. ഒരു 3 വിസിൽ വരെയാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചത്. ഇതൊക്കെ ശരിയാവുമെന്ന് എനിക്കറിയില്ല, അവസാനം എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ വിസിലൊക്കെ വന്ന് ഞാൻ തുറന്നു നോക്കി. അപ്പോൾ എണ്ണ മുകളിൽ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം അത്. പിന്നെ ഞാൻ അതിനകത്തോട്ട് ആ വറുത്ത കോളിഫ്ലവറും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ചു. അപ്പോൾ കുറച്ച് എണ്ണ ഞാൻ ഊറ്റിക്കളഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ അച്ഛനും ഇവരൊക്കെ കൊളസ്ട്രോൾ പിടിച്ച് ചാവും. അപ്പോൾ നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയത് അമ്മ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. കോളിഫ്ലവർ കുറച്ച് ഉടഞ്ഞു പോയി. 1 വിസിൽ അടുപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ 2 വിസിൽ അടുപ്പിച്ചു. അപ്പോൾ അച്ഛനും അനിയനും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ കിച്ചൂട്ടനും കൊടുത്തുകൊണ്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. 2 ചപ്പാത്തി ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓർത്തത്. പിന്നെ ഞാൻ 1 ചപ്പാത്തിയും കൂടി എടുത്തു. അപ്പോൾ കറി കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രം കഴുകി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞില്ലേ കുക്കറിൻ്റെ വിസിൽ വെക്കുന്നതിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമെന്ന്. അപ്പോൾ ആ സ്പെഷ്യൽ കരിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ മത്തങ്ങശ്ശേരിക്ക് വേണ്ടിയിട്ട് പയർ വേവിച്ചതാണ് കേട്ടോ, അത് കരിഞ്ഞു പോയി. അപ്പോൾ കുക്കറിൽ അടി പിടിച്ചുകൊണ്ട് ഞാൻ അത് മാത്രം കഴുകാതെ ബാക്കിയെല്ലാം കഴുകി വെച്ചു. അപ്പോൾ കിച്ചൂട്ടൻ മഴ അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ടുണ്ട്, കൊച്ചച്ഛൻ്റെ വീട്ടിലോട്ട് ഓടിപ്പോയതുകൊണ്ട് മഴ ചറിയുകൊണ്ട് അച്ഛൻ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ കുളിപ്പിക്കണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇന്നൊരു തിരുവാതിര കളിയുണ്ട്, അവരുടെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്, ഓണത്തിന് യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് കളിക്കാൻ പോണതാണ്. കിച്ചൂട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചൂട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇവിടെ അടുത്ത് തന്നെയാണ് കളിക്കുന്നത്, ഒരു വീട്ടിലാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ കിച്ചൂട്ടിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് കിച്ചൂട്ടിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നോക്കട്ടെ, ഇങ്ങോട്ടേ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഞാനും അങ്ങനെ കുളിക്കാൻ പോകണം. ഞാൻ ഇവിടെ വരുമ്പോൾ നൈറ്റി ആയിട്ട് കിട്ടുന്നത്, ഇതിൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ മേടിച്ച നൈറ്റിയാണ്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ട്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ റെഡിയായി, ഇനി എവിടെ പോവാ? ആരുടെയാ? അമ്മൂമ്മ. അപ്പോൾ ഞാനും കിച്ചും കൂടി സ്കൂട്ടറിലാണ് വന്നത്. അമ്മ ഇടാനുള്ള മാലയൊക്കെ എടുക്കാൻ മറന്നുപോയി, അപ്പോൾ അതും കൂടി കൊണ്ടുവന്നു. ഇവിടെയാണ് അവർ കളിക്കുന്നത്. ഇതൊരു 4 കെട്ട് വീടാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ ചേട്ടൻ. ഇവിടുത്തെ ചേച്ചി മരിച്ചു പോയതാണ് കേട്ടോ. പിന്നെ ഇവർ ഒരു ഗ്രൂപ്പാണ്, ഇവർ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ കളിക്കാറൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഈ പാട്ട് എഴുതിയ ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ടാണ് അവർ കളിക്കണത്. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ ചുറ്റുപാട്. ഇവിടെ ഭയങ്കര ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്കൊക്കെ പോകാൻ വഴിയുണ്ട്. അപ്പുറത്ത് വരെ തറവാടുണ്ട്. അവരാണ് അവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവർ ഈ വീട് വെച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ ഈ വീട്. ഒരു 5 മിനിറ്റേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ കൊച്ചച്ഛൻ്റെ വീട്ടിലോട്ട് പോന്നു. അവിടെ കൊച്ചച്ഛൻ്റെ മോള് ഗർഭിണിയാണ്. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അവളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചച്ഛൻ. കൊച്ചച്ഛൻ ഇവിടെ ഏതാണ്ടൊക്കെ പാക്കി തിന്നുന്നുണ്ട്. കിച്ചണിന് ഇവിടെ ഓടി നടക്കുന്നുണ്ട്. ചിറ്റ ഇവിടെ ചെമ്മീൻ കിള്ളുന്നുണ്ട് ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക്. ഞാനത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് ചോറിനാൻ വന്നു കേട്ടോ. എൻ്റെ സ്പെഷ്യൽ അച്ചിങ്ങ കൂട്ടാൻ, സാലഡ്, കടുമാങ്ങ അച്ചാർ അതൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചോറ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷേട്ടൻ വന്നു. അപ്പോഴത്തേക്കും വലിയൊരു മഴ പെയ്തു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ തുണിയൊക്കെ ഇട്ടിട്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിപ്പോയി എടുത്തത് മുകളിൽ കൊണ്ടിട്ടു. പിന്നെ കൊച്ചു എണീറ്റ് വന്നു. അപ്പോൾ അവന് എണീറ്റ് വന്ന വഴി ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എണീറ്റ് വന്നത്. അപ്പോൾ അച്ഛൻ്റെ തോളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റെഡിയായി. പിന്നെ അമ്മ ചായ തിളപ്പിച്ചിട്ടുണ്ടായി, പഴംപൊരി പക്കവടയൊക്കെ തിന്നു. അങ്ങനെ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ കൊച്ചച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊട്ടിക്കേണ്ട, മുത്തശ്ശൻ പൊട്ടിച്ചാൽ മതി. മുത്തശ്ശൻ്റെ അടുത്ത് പോയി പൊട്ടിച്ച് അതിനകത്ത് ഞാനും ചേട്ടനൊക്കെ മേടിച്ച് തന്നു കേട്ടോ. അവന് മൊത്തം കൊടുത്തില്ല. അവന് ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് വേണ്ടാത്ത സാധനങ്ങളൊക്കെയാണ് ഇഷ്ടമുള്ളൂ, വേണ്ടതൊന്നും കൊടുത്താൽ തിന്നില്ല. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി കൊച്ചച്ഛൻ്റെ അടുത്ത് വന്ന് യാത്ര പറയാൻ. കൊച്ചച്ഛൻ വീഡിയോ എടുക്കേണ്ടപ്പോൾ ഷർട്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. പിന്നെ ചിറ്റ ചായ തിളപ്പിക്കാൻ വേണ്ടി ഓടി. ഇപ്പോൾ പുറകിൽ നിൽക്കുന്ന ശ്രീക്കുട്ടിയുടെ ഹസ്ബൻഡ് അച്ഛനും അമ്മയാണ് കേട്ടോ. ഇത് ഞങ്ങളെല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇവൻ നേരത്തേക്ക് ആണെങ്കിൽ കരയുമായിരുന്നു, മുത്തശ്ശനെ പോകണ്ടെന്ന് പറഞ്ഞ് കരയുമായിരുന്നു. എനിക്ക് പോകണ്ട, വീട്ടിലോട്ട് പോകണ്ടെന്നും പറഞ്ഞ്. പിന്നെ ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞങ്ങൾ റിലയൻസ് കയറിയായിരുന്നു കേട്ടോ, ന്യൂക്ലിയസ് മാൾ റിലയൻസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കയറി വരുമ്പോൾ തന്നെ കുറേ ടോയ്സ് ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇവനെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. 2 കുലുക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാൻ അതിനകത്ത് നിന്ന് ഇറങ്ങി പോകാനാണ്. പിന്നെ ഞാൻ പറഞ്ഞത് നിൽക്കട്ടെ എന്നിട്ട് ഇറങ്ങിയാൽ മതിയെന്നും പറഞ്ഞ് അതിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് കേട്ടോ സ്മാർട്ട് ബസാർ. പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവൻ അടുത്ത വണ്ടി കയറിയിട്ടുണ്ട്. ഇതൊന്നും അവൻ ഓടിക്കാറായിട്ടില്ല കേട്ടോ, എന്നാലും വെറുതെ ഇരുന്ന് കറക്കിക്കൊണ്ടിരിക്കണതാണ്. പിന്നെ റിലയൻസ് കയറി ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചു. ഇവിടെയൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന് കൂടുതലും മേടിക്കുന്നത്. അപ്പോൾ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത് നമുക്ക് കൂപ്പൺ കിട്ടും കേട്ടോ. അപ്പോൾ കൂപ്പണൊക്കെ ഞങ്ങളുടെ 3 പേരുടെയും പേരിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മറ്റേ ഹോണ്ട സിറ്റി കാറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം മേടിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് വീട്ടിൽ വന്ന് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് വന്നപ്പോൾ തന്നെ 7 മണിയായിട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് ഒരു ബിരിയാണി ചേട്ടൻ കഴിച്ചു, 2 ബിരിയാണിയാണ് മേടിച്ചത്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കിച്ചുവിന് കൊടുക്കാൻ പോവാണ്. ഇവന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും പറയും അച്ഛൻ എനിക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന്. അപ്പോൾ ചിക്കൻ കഴിക്കും, പക്ഷേ അതിൻ്റെ ഗ്രേവി കഴിക്കില്ല, അതിനകത്ത് എരിവാണെന്നും പറഞ്ഞ്. അപ്പോൾ ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നത്തേക്ക് അവൻ പറഞ്ഞു ഹായ് ചിക്കൻ ബിരിയാണി എന്നും പറഞ്ഞ് അമ്മ ഇവിടെ ഇരുന്ന് വാരി തരാനാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇവന് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. ചിക്കനൊക്കെ ഞാൻ ഇവന് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഗ്രേവിയും കുറച്ച് റൈസും കൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ കഴിക്കില്ലാത്തതുകൊണ്ട് റൈസും ഗ്രേവിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എല്ലാം തീർന്നു. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഉറങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ അമ്മ പഴംപൊരി ഉണ്ടാകുന്ന 2 തന്നു വിട്ടു. അതായിട്ട് അവന് പറയണത്.
അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ ബൈ. ബൈ.